Good morning, sir. Vidya, good morning. Good morning, sir. Good morning. Almira, good morning. ഞാൻ വീണ്ടും വന്നു. തിങ്കളാഴ്ച ഫസ്റ്റ് അവർക്ക് ഫ്രീ ആയിട്ട് നിൽക്കണ ഞാനാണ്. അപ്പൊ ഏതെങ്കിലും ടീച്ചർ വന്നില്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാനേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ വിദ്യ. യെസ്, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. യെസ്. മൂന്ന് പേരല്ലേ ആയിട്ടുള്ളൂ. നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണോ വിദ്യ? വെയിറ്റ് ചെയ്യാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ 2 ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയൂ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സർ, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിലെ ഒരു ഉത്സവമാണ്. എവിടെയാണ് സ്ഥലം? മലപ്പുറത്ത് മങ്കട എന്ന് പറഞ്ഞു. മങ്കട. യെസ്, ഞങ്ങളുടെ ഈ സ്ഥാപനം ഇരിക്കുന്നതിന്റെ തൊട്ടരികത്തൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിന്റെ ഉത്സവം കൊടിയേറ്റെന്നാണ്. ഓക്കെ, മങ്കട ഉത്സവത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ വിദ്യ. ഒന്നുമില്ല സർ, വെറുതെ ഒരാനേ ഉള്ളൂ. അത് ചുറ്റു താല്പര്യം പോലെ നടത്തും. ഒരു ആന? ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ട് കൂടെ പോവും. യെസ്, ഓക്കെ 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 ഓക്കെ. ഈ ആനനെ എഴുന്നള്ളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഔദ്യോഗികമായിട്ടുണ്ട്. ആനക്ക് ചിപ്പ് ഘടിപ്പിച്ചിട്ടുണ്ട്. ആനനെ വലത്തോട്ട് ചെരിച്ച് കിടത്തിയിട്ട് ഇടത്തെ ചെവിയുടെ ഭാഗത്തൊരു മെഷീൻ വെച്ച് കഴിയുമ്പോൾ ഒരു നമ്പർ വരും. ആ നമ്പർ ഉള്ള ആനയെ മാത്രമേ ഉത്സവത്തിൽ നിർത്താവൂ. അതാണ് നിയമം. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാനൊരു ആനയെ മേടിക്കുമ്പോൾ ചിലപ്പോൾ ജോബ് എന്ന് പേരിടും, അതേ ആന വിദ്യ മേടിച്ചിട്ട് വിദ്യ എന്ന് പേരിടും. അപ്പൊ പഴയ ജോബാണ് ഇപ്പോഴത്തെ വിദ്യ, അത് തന്നെയാണ് പിന്നീട് വരുന്ന ആനതിന്ന് ആനക്ക് പറയാൻ പറ്റും. അപ്പൊ അതിന് ഓരോ സമയം എല്ലാ ആനക്കും എന്ത് ചെയ്യുന്നു, ചിപ്പ് കൊടുത്തേക്കും. അതൊന്ന്. 2, നമുക്ക് വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ ആനയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട്. ആനയുടെ ഇൻഷുറൻസ് ആ ഒരു കൊല്ലത്തേക്ക് ഒരു ഇൻഷുറൻസ് ഉണ്ട്. ആ ഇൻഷുറൻസ് ആനക്ക് ഉണ്ടാവും. അതില്ലാതെ ആനനെ പൂരത്തിന് എഴുന്നള്ളിക്കാൻ പാടില്ല. 3, 15 ദിവസത്തിനുള്ളിൽ ഡോക്ടർ ആനയെ പരിശോധിച്ച് ആനക്ക് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഈ 3 പേപ്പറുകളില്ലാത്ത ആനയെ എഴുന്നള്ളിക്കാനായിട്ട് പറ്റില്ല. ഇതാണ് നിയമം 1. 2, അത് ആനയുടെ ഉടമസ്ഥൻ ചെയ്യേണ്ടത്. അടുത്തത് ചെയ്യേണ്ടത് പൂരം നടത്തുന്ന കമ്മിറ്റിക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ അമ്പലം ഇരിക്കുന്ന എവിടെയാണോ അതിനൊരു 3 കിലോമീറ്റർ ചുറ്റളവ്, 3 or 2 അതൊക്കെ അതിൻ്റെതായ പ്രാദേശികത പോലെ 2 ദിവസത്തേക്ക് ഇൻഷുറൻസ് എടുക്കണം. 2 ദിവസത്തേക്ക്. ആനയെ എഴുന്നള്ളിക്കുന്ന ദിവസത്തേക്ക് അപ്പൊ 2 ദിവസം ഒഴിക്കട്ടെ. കാരണം ഈ ആന ഇടഞ്ഞു ഓടിക്കഴിഞ്ഞാൽ വേല വീട്ടിച്ചത് കയറി കഴിഞ്ഞാൽ അവിടെ നാശനഷ്ടം ഉണ്ടാക്കിയാൽ അവർക്ക് ഇൻഷുറൻസ് കിട്ടണ്ടേ? യെസ്, അത് പറയെടുക്കാൻ പോകുമ്പോഴൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പൊ കുറെ സ്ഥലങ്ങളിലേക്കൊക്കെ ഇതിന്റെ അപകട സാധ്യത വരും. അപ്പൊ എന്ത് ചെയ്യും, അമ്പല കമ്മിറ്റിക്കാര് ആ അമ്പലം ഇരിക്കുന്നതിന്റെ 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാവരെയും ഇൻഷുറൻസ് ചെയ്യും 2 ദിവസത്തേക്ക്. അപ്പൊ ഇതാണ് അതിന്റെ പ്രത്യേകത. ആനയ്ക്ക് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷെ ആന മൂലമുണ്ടാകുന്ന നഷ്ടത്തിന് ഇൻഷുറൻസ് വേണ്ടേ? അപ്പൊ അതിന് വേറെ ഇൻഷുറൻസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡിയാണോ? യെസ്, ഞാനിപ്പോ അത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറഞ്ഞതാണ്. വേറെ ആരെങ്കിലും എവിടെയെങ്കിലും പറയുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. യെസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു കാര്യം കൂടിയിട്ട് 5 കൂടുതലോ ആന എഴുന്നള്ളിക്കുന്ന സ്ഥലത്ത് മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർ മയക്കുവെടിയെല്ലാം നിറച്ച് റെഡിയായിട്ട് നിൽക്കണം. 5 കൂടുതലാണെങ്കിൽ, 5 കുറവാണെങ്കിൽ വേണ്ട, 5 കൂടുതലാണെങ്കിൽ അത് റെഡിയായിട്ട് നിൽക്കണം. അപ്പം ഈ ഡോക്ടർ ഉണ്ടാവും. ഡോക്ടറിന്റെ കാറിനകത്ത് മയക്കുവെടി വെക്കാനായിട്ടുള്ള സംഗതിയൊക്കെ റെഡിയാക്കി വെച്ച്. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പെട്ടെന്ന് നടക്കാനൊന്നും പറ്റില്ലേ, ഒക്കെ റെഡിയായിട്ട് അങ്ങനെ നിൽക്കും. 5 കുറവാണെങ്കിൽ വേണ്ട. യെസ്, നിങ്ങൾ ധൈര്യമായിട്ട് പറയാട്ടോ. യെസ്, ഇത് പറഞ്ഞപ്പോൾ കറക്റ്റാണ്, കൃത്യമാണ്. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചത് കഴിഞ്ഞതിന് ശേഷം കടന്നാൽ മതിയാ ആരതി?
Okay, sir. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് രണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. സർ പ്രേയർ വേണ്ട Yes. സർ. പറഞ്ഞോളൂ. പ്രയർ. ഓക്കെ. സർ പറയട്ടെ. പറഞ്ഞോളൂ. O Lord, above so kind and true, we start this day by thanking you for light and life and friends we see, for all your gifts so lovingly. Guide our words and guide our way. Help us choose the good each day. Give us strength when we feel weak. Teach our hearts to love and speak. Keep us safe both night and day. In all we do, in all we say, with hopeful hearts and spirits strong, we praise your name in prayer and song. Thank you, sir. നർമ്മിത, അധികം കുട്ടികളുള്ള ഒരു കിഡ്സിന്റെ ക്ലാസ്സിൽ പോയി ഫീൽ ഉണ്ടായിരുന്നു. Huh? കുട്ടികളൊക്കെയുള്ള കിഡ്സ്, കൊച്ചുകുട്ടികളൊക്കെയുള്ള ക്ലാസ്സില്ലേ, അതെ. അത് ആ ക്ലാസ്സിൽ പോയ ഫീൽ ഉണ്ടായിരുന്നു നർമ്മിത പാട്ടില്. Okay, sir. Thank you, sir. The thought was sweet. റിയാക്ഷൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, ആരതി, യു കണ്ടിന്യൂ. Every new day is another chance to change your life. യെസ്, എവരി ന്യൂ ഡേ ഈസ് ദി ബിഗിനിങ് ഓഫ് സംതിങ് അല്ലേ? ഓരോ പ്രഭാതവും ഓരോന്നാണ് അല്ലേ? യെസ്, വെരി ഗുഡ്. ദെൻ സൈനിങ് ഓൺ. സർ സൈനിങ്. യെസ്, ഓക്കെ. വിദ്യ, ഒരു മലയാളം സ്റ്റോറി. ഓക്കെ. ഒരിടത്ത് ഒരാൾ ബുദ്ധിമതിയും സുന്ദരിയുമായ ഒരു തത്തയെ വളർത്തിയിരുന്നു. സംസാരപ്രിയയായ തത്ത ധാരാളം വിശേഷങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും തത്ത അസത്യം പറഞ്ഞിരുന്നില്ല. ഒരു ദിവസം തത്തയുടെ യജമാനൻ ഒരു തടിയൻ കോഴിയെ ഭാര്യയ്ക്ക് നൽകിയ ശേഷം ഇങ്ങനെ പറഞ്ഞു: ഞാൻ വരുമ്പോഴേക്ക് നീ ഇതിനെ പാകം ചെയ്തു വെക്കണം. ഞാൻ വരാൻ വൈകുകയാണെങ്കിൽ പകുതി നീ കഴിച്ചുകൊള്ളുക, പകുതി എനിക്കായി മാറ്റിവെച്ചാൽ മതി. എന്നാൽ കൊതിമൂത്ത ഭാര്യ കോഴിക്കറി മുഴുവൻ തിന്നു തീർത്തു. ഭർത്താവ് വന്നപ്പോൾ അയാൾക്ക് വച്ച പകുതി പൂച്ച കട്ടു തിന്നു എന്ന് കള്ളവും പറഞ്ഞു. പക്ഷേ എല്ലാറ്റിനും സാക്ഷിയായിരുന്ന തത്ത യജമാനെ സത്യം അറിയിച്ചു. ഈ സംഭവത്തോടെ ഭാര്യയ്ക്ക് തത്തയുടെ വിരോധമായി. നുണ പറയുന്ന തത്തയെ ആർക്കെങ്കിലും വിറ്റുകളയണമെന്ന് അവൾ ക്ഷണിച്ചു. ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ അയാൾ തത്തയെയും കൊണ്ട് നഗരത്തിലേക്ക് പോയി. സുന്ദരി തത്തയെ കാണാനിടയായ കൊട്ടാരം കാവൽക്കാരൻ അതിന്റെ ഉടമസ്ഥനെയും കൂട്ടി നേരെ കൊട്ടാരത്തിലേക്ക് ചെന്നു. ഈ തത്തയ്ക്ക് എന്ത് വില നൽകണം? രാജാവ് ചോദിച്ചു. 1000 പവൻ. മറുപടി പറഞ്ഞത് തത്തയാണ്. ഇത് കേട്ട് രാജാവ് മനുഷ്യരെ പോലെ സംസാരിക്കുന്ന തത്തയെ 1000 പവൻ കൊടുത്തു വാങ്ങി. വെള്ളിക്കൊണ്ട് കൂട് നിർമ്മിച്ച് തത്തയെ രാജാവ് റാണിമാർക്ക് സമ്മാനമായി നൽകി. അതിന്റെ നിറവും മനോഹരമായ സംസാരവുമെല്ലാം റാണിമാരെ ഹഠാകർഷിച്ചു. റാണിമാരുടെ സ്നേഹം പിടിച്ചുപറ്റാൻ അതിന് അധിക സമയം വേണ്ടി വന്നില്ല. ഒരു നാൾ തങ്ങളിൽ ആരാണ് ഏറ്റവും സുന്ദരിയെന്ന് റാണിമാർ തമാശ രൂപേണ തത്തയോട് ചോദിച്ചു. മഹാറാണി ഒഴികെ മറ്റെല്ലാവരും അതിസുന്ദരികളാണെന്ന് തത്ത മറുപടി പറഞ്ഞു. ഇത് കേട്ട മഹാറാണി കോപം കൊണ്ട് ജ്വലിച്ചു. തത്തയെ കൊന്നു കളയണമെന്ന് അവർ രാജാവിനോട് ആവശ്യപ്പെട്ടു. താൻ സത്യം മാത്രമേ പറയുള്ളൂ എന്നും തന്നെ കൊല്ലരുതെന്നും തന്റെ രാജാവിനോട് കേണപേക്ഷിച്ചു. റാണിയുടെ വാശിക്ക് മുന്നിൽ രാജാവിന് കീഴടങ്ങേണ്ടി വന്നു. കൊല്ലുന്നതിന് മുമ്പേ തനിക്ക് 6 ദിവസത്തെ സ്വാതന്ത്ര്യം നൽകണമെന്നും 6-ാം ദിവസം താൻ മടങ്ങിയെത്തുമെന്നും തത്ത രാജാവിനോട് പറഞ്ഞു. അദ്ദേഹത്തിന് തത്തയെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. തത്തയ്ക്ക് രാജാവ് 6 ദിവസത്തെ സ്വാതന്ത്ര്യം നൽകി. കൊട്ടാരത്തിൽ നിന്നും പുറത്തു കടന്ന തത്ത പറന്ന് കിളികൾ ചേക്കേറുന്ന ഒരു ദ്വീപിലെത്തി. അവിടെ സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടെന്നും അവൾക്ക് തത്തകളെ ഏറെ ഇഷ്ടമാണെന്നും ആ ദ്വീപിലുള്ള കിളികൾ തത്തയോട് പറഞ്ഞു. രാജകൊട്ടാരത്തിലെത്തിയ തത്തയെ രാജകുമാരിക്ക് കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടമായി. അവർ അതിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു. ഭക്ഷിക്കാനായി മധുരപലഹാരങ്ങളും സ്വാദിഷ്ടമായ ഫലങ്ങളും നൽകി. എങ്കിലും 6-ാമത്തെ ദിവസം തത്ത രാജകുമാരിയോട് പറഞ്ഞു: എനിക്ക് യജമാനന്റെ അടുത്തേക്ക് തിരികെ പോകാൻ സമയമായി. അവിടെ ചെന്നാലും രാജകുമാരിയെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. അതീവ ദുഃഖത്തോടെയെങ്കിലും രാജകുമാരി തത്തയ്ക്ക് തിരികെ പോകാൻ അനുവാദം നൽകി. കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ തത്ത ദ്വീപിലെ രാജകുമാരിയുടെ കഥ രാജാവിനോട് പറഞ്ഞു. സുന്ദരിയും സൽസ്വഭാവവുമായ അവരെ അദ്ദേഹം വിവാഹം കഴിച്ച് മഹാറാണിയായി വാഴിക്കണമെന്നും കേണപേക്ഷിച്ചു. സൽസ്വഭാവിയായ രാജകുമാരിയെ കുറിച്ച് രാജാവ് കേട്ടിരുന്നു. ഏറെ താമസിയാതെ ആ വിവാഹം നടക്കുകയും ദ്വീപിലെ രാജകുമാരി കൊട്ടാരത്തിലെ മഹാറാണിയാവുകയും ചെയ്തു. തനിക്ക് വന്നു ചേർന്ന ഭാഗ്യങ്ങളെല്ലാം കാരണക്കാരിയായ തത്തയെ രാജാവ് തുറന്നുവിട്ടു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതിൽ ആ തത്ത ഏറെ സന്തോഷിച്ചു. താങ്ക് യു സർ. ഓക്കെ. നല്ല റൂട്ടുള്ള കഥയും വിദ്യ. വിദ്യ ഇത് പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കുന്നത് സ്റ്റേജിൽ അവതരിപ്പിക്കാം. സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് തത്ത ഇങ്ങനെ പറത്തി വിടുന്നത് തത്ത സ്റ്റൈലായിരിക്കും. വിദ്യക്ക് കഥ എവിടെ നിന്ന് കിട്ടിയതാണ്? സർ സ്റ്റോറി ബുക്കിനകത്ത്
യെസ്, നന്നായിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, സത്യം വധ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാൻ പറ്റും, അറിയാം, പക്ഷെ ഒക്കെ വിളിച്ചു പറയണമെന്നല്ല. പറയുമ്പോൾ സത്യം പറഞ്ഞാൽ മതി. അത്രയും നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാവും, അത് വിളിച്ചു പറയേണ്ട കാര്യമില്ല. അത് നിങ്ങളുടെ കയ്യിൽ ഇരുന്നാൽ മതി. അതാണ് സത്യം വധ എന്ന് പറയുന്ന ഇത്. ഈ കോഴിക്കറി വയ്ക്കുമ്പോ ഇപ്പൊ പറഞ്ഞൊരു കഥയില്ലേ, കോഴിക്കറി വെച്ച കേസ് പറഞ്ഞില്ലേ, പുതിയൊരു കഥയും പറഞ്ഞില്ലേ. ഇപ്പൊ അതിന്റെ അകത്ത് ഒരു കോഴിയുടെ ഭക്ഷണം വെച്ച കേസ് പറഞ്ഞില്ലേ. യെസ് സർ, പറഞ്ഞു. അതിന്റെ ഒരു കോമഡി ആയിട്ട് വേറെ കഥയില്ല. അപ്പൊ ആ കഥയില് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുത്തേക്കണേ. അപ്പൊ ആ പറഞ്ഞിട്ട് കഥയില് ഒരു മനുഷ്യൻ, അയാളിങ്ങനെ പ്രേക്ഷിത പ്രവർത്തനവും ആളുകൾ സ്നേഹിക്കണമെന്നൊക്കെ പ്രസംഗിച്ചൊക്കെ നടക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഭാര്യ. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കോഴി ഇപ്പുറത്ത് വന്നു കഴിഞ്ഞപ്പോ ഇവരെന്ത് ചെയ്തു, അതിനെ തല്ലിക്കൊന്ന് കറി വെച്ചു. ഉച്ചക്ക് ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോ ഭർത്താവിന് ചിക്കൻ കറി കൊടുത്തു. ചിക്കൻ കറി കൊടുത്തു കഴിയുമ്പോ ഭർത്താവ് ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി ചിക്കൻ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇത് അപ്പുറത്തെ വീട്ടിലെ കോഴിയാണ്, ഇപ്പുറത്ത് വന്നപ്പോ ഞാൻ അതിനെ പിടിച്ച് ശരിയാക്കിയത്. ഭർത്താവും ഭാര്യയും ഒരുപാട് ചീത്ത പറഞ്ഞു. കാരണം ഞാനിവിടെ എല്ലാവരും പരസ്പരം സ്നേഹിക്കുക, സൗഹാർദ്ദത്തിൽ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രസംഗിച്ച് നടക്കും. നീയാണെങ്കിലോ എല്ലാവരുടെയും കോഴിനെ പിടിച്ച് കറി വെക്കും. അതുകൊണ്ട് ആ പാപത്തിന് എനിക്ക് പങ്കില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. മറ്റു കറികളൊന്നും ഉച്ചക്ക് കഴിക്കാനില്ല. അപ്പൊ അതുകൊണ്ട് ഭർത്താവ് പറഞ്ഞു, മുളക്, മല്ലി, മഞ്ഞൾ, കടുക്, ഉള്ളിയൊക്കെ ആരുടെ എന്ന്, അതൊക്കെ നമ്മുടെ വീട്ടിലായിരുന്നു. എന്നാൽ നീ ഒരു കാര്യം ചെയ്തോ, ആ ഗ്രേവി മാത്രം കുറച്ചും കൂടി തന്നാൽ മതി, കഷ്ണം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ ആ ചട്ടിയിൽ നിന്ന് ചെരിച്ച് അതിൽ നിന്ന് ആ ചാറ് മാത്രം ഭർത്താവിന്റെ പാത്രത്തിലേക്ക് കൊടുത്തു. അങ്ങനെ ഇട്ട് കൊടുത്തപ്പോ മുകളിൽ നിന്ന് കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ താഴേക്ക് വീഴാണ്. അപ്പോ ഭാര്യ അതൊക്കെ എല്ലാം ഒരു കയ്യിൽ ഉപയോഗിച്ച് ഇങ്ങനെ ഇങ്ങനെ തടഞ്ഞു വെച്ചിട്ട് ഗ്രേവി മാത്രം ഇങ്ങനെ ഒഴിച്ചപ്പോ ഭർത്താവ് പറഞ്ഞു, സോമനസ പോന്നതൊക്കെ പോന്നോട്ടെ, നീയായിട്ട് തടയാൻ നിൽക്കണ്ട, നീ എടുത്തു തരണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സ്വന്തം ഇഷ്ടപ്രകാരം ഏതെങ്കിലും കഷ്ടം എന്റെ പ്ലേറ്റിലോട്ട് വീഴുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. യെസ്, അങ്ങനെ ഒരു കഥയുണ്ട്. യെസ്, ഓക്കെ. അത് തമാശക്ക് പറയുന്ന കഥയാണ്. ഓക്കെ. അപ്പൊ ഞാനിപ്പോ വിദ്യ പറഞ്ഞു വന്നപ്പോ ഞാൻ ആ കഥ ഓർത്തതാണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. യെസ്, അതായത് നിങ്ങൾ ഭയങ്കര ബുദ്ധിയുള്ള ആളുകളെന്നാണല്ലോ പൊതുവെ പറയണേ. എന്താന്ന് വെച്ചാല് കഴിഞ്ഞ ദിവസം എന്നെ ഒരു കുട്ടി വിളിച്ചിട്ടുണ്ടായി. അപ്പൊ ആ കുട്ടി വിളിച്ചിട്ട് അവർക്ക് ഇംഗ്ലീഷ് എടുക്കുന്നത് പല ടീച്ചറാണ്. അപ്പോ നമ്മുടെ ഈ റെക്കോർഡ് ക്ലാസ് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞപ്പോ അത് എന്നെ അറിയാവുന്ന ഒരു കുട്ടിയായതുകൊണ്ടാണ് അത് പറഞ്ഞു, സാറ് കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ അവരൊക്കെ നല്ല ക്ലീൻ ആയിട്ടാണ് മറുപടി പറയുന്നത്, 17 പിള്ളേരൊക്കെ. എനിക്കൊക്കെ ഞാനത് കേട്ടിട്ട് എനിക്ക് ഉത്തരം അറിയാൻ പാടില്ല. ഞാൻ നിങ്ങളൊന്ന് പൊക്കി വിട്ടിട്ടുണ്ട്. അവരിവിടെ നിന്ന് നിൽക്കേണ്ട ആളുകളല്ല, വേറെ ലെവലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യെസ്, ഓക്കെ 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 ഓക്കെ. പൊക്കി വിട്ടതല്ല, സത്യമാണ്. നിങ്ങൾ നല്ല കാലികവുമുള്ളവരാണ്. എന്തെങ്കിലും പറയും, കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. യെസ്, അതായത് ഇന്നതാണ് വിഷയം, ഇന്നതാണെന്ന് പറയുമ്പോൾ എനിക്ക് ഗ്രാസ് അത് ഉൾക്കൊള്ളാൻ പറ്റിയൊരു മനസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും. ശരി ഏത് തെറ്റെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾ പറഞ്ഞു പിരിക്കണ്ട. ഞങ്ങൾ വിശ്വസിച്ചോളാം ഏതാണ് ശരി ഏതാണ് തെറ്റെന്നുള്ളത്, ഞങ്ങൾ വിശ്വസിച്ചോളാം എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചോദ്യത്തില് നിങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ, ഇതിപ്പോ വീണിന്റെ ക്ലാസ് ആണ്, എസ് എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. എസ്, എസ് മീൻസ് സെയിം, എസ്. ഓക്കെ, ഞാനൊരു ഇംഗ്ലീഷ് മീനിങ് പറയാം, അതിന്റെ എസ് തുടങ്ങുന്ന വൺ വേർഡ് പറഞ്ഞാൽ മതി. മീനിങ് ഇതാണ്: ആൻ ആക്ട് ഓഫ് ഓഫറിംഗ് to lose something
special. An act of offering to lose something special. ടൈപ്പ് ചെയ്താൽ മതി, 3 പേരെ കണ്ടുപിടിക്കാം. ആരതി ഒരു ശ്രദ്ധ വേണേ. യെസ്, an act of offering to lose something special. Yes, Anu, very good. Yes, ഞാൻ പറയില്ലെന്ന് വിചാരിച്ചാൽ Anu is the right answer. Anu Vidya Arad. Yes, Anu Vidya Aradi 1 point വെച്ചിട്ടുണ്ട്. Okay. അടുത്തത് opposite of happy. Opposite of happy. നർമ്മിത വിദ്യ അതിന് മുകളിൽ ഉണ്ടായില്ല. നർമ്മിതക്ക് വിദ്യക്ക് മുകളിൽ ആർസു. ഓ യെസ്, നർമ്മിത വിദ്യ ആർസു. ഓക്കെ, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. സാഡ് ആണ്, സാഡ്. സർ നർമ്മിത അനു ആണ് തോന്നുന്നു. നർമ്മിത അനു, അതിനുശേഷമാണ് ആർസു. യെസ്, അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ഡോണ്ട് വറി. യെസ്, അടുത്തത് എ മിക്സ്ചർ, MIXTUR, a mixture of cut vegetables or fruits. Narmida, Arsu, Vidya. Narmida, Arsu, Vidya. Yes. Okay. Correct answer ആണ് salad, salad. അടുത്തത് ഒരു ഇംഗ്ലീഷ് മീനിങ് ആണ്, എന്റെ വൺ വേർഡ് പറയാം. To put your hands on the top of your head as a sign of respect. To put your hand on the top of അനു നർമ്മിതയ്ക്ക് മുകളിൽ ഒരാളുണ്ടായില്ല. അനു നർമ്മിതയ്ക്ക് മുകളിൽ ആർസു. ആർസു. യെസ്, കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് സല്യൂട്ട്. ഓക്കെ. അപ്പൊ എനിക്ക് ഒരു കാര്യം സന്തോഷമുണ്ട്, ഞാൻ പറയുന്നത് എന്റെ അർത്ഥം നിങ്ങൾക്ക് പിടിക്കുന്നുണ്ടല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്. ടു പുട്ട് യുവർ ഹാൻഡ്സ് ഓൺ ദ ടോപ്പ് ഓഫ് യുവർ ഹെഡ് ആസ് എ സൈൻ ഓഫ് റെസ്പെക്ട്. ഓക്കെ, അടുത്തത് ഞാൻ കുറച്ച് വാക്കുകൾ പറയാം. അതിനോട് അതേ അർത്ഥം വരുന്ന അടുത്തൊരു വാക്ക് നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. വൈൽഡ്, ഫിയേഴ്സ്, FIERCE, ക്രൂവൽ, CRUEL, ക്രൂവൽ, ഡാഷ്. എസ് തുടങ്ങുന്ന ഏതാണ്ട് ഇതേ അർത്ഥം വരുന്ന ഒരു വാക്ക് എന്ന് പറയും. വൈൽഡ്, ഫിയേഴ്സ്, ക്രൂവൽ. Yes, Anu, very good. Anu Narmida Jaimol. Anu Narmida Jaimol. അപ്പൊ ജയ്മോളും സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. യെസ്, ഓക്കെ. വെരി ഗുഡ്. യെസ്, സാവേജ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന ഒരു മീനിങ് ആണ്, എന്റെ വൺ വേർഡ് പറയാം. ടു ഹെൽപ്പ് someone when they are in danger. To help someone when they are in danger. Yes. ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു വൺ വേർഡ് ഉണ്ടല്ലോ, അത്രയൊക്കെ പോണോ? സാക്രിഫൈസ് നേരത്തെ വന്നതാണ്. ഹെൽപ്പ് ചെയ്യുക, ടു ഹെൽപ്പ് someone. രക്ഷിക്കുക. ഓക്കെ. അനു ആരതി നർമ്മിത. അനു ആരതി നർമ്മിത. ഞാൻ ഉദ്ദേശിച്ചത് സേവ് ആണ്. ഓക്കെ. വെരി ഗുഡ്. സപ്പോർട്ടും കുഴപ്പമൊന്നുമില്ല.
ഓക്കെ ഓക്കെ. അടുത്തത്, മൂൺ ഈസ് അവർ നാച്ചുറൽ ഡാഷ്. മൂൺ ഈസ് അവർ നാച്ചുറൽ, സണ്ണല്ല, ഡാഷ്, MOON. The moon is okay. പ്രവീണ, ആരതി, ആസു. പ്രവീണയും സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രവീണ, ആരതി ആൻഡ് ആസു. ഓക്കെ, സാറ്റലൈറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്തത്, എ പേഴ്സൺ, ഒരു മിത്താണ്, ഒരു ഐതിഹ്യം പോലെ പറയുന്നത്. A person that it comes and it gives presents for Christmas. Narmida Anu Jaymol. Narmida Anu Jaymol. Santa or Santa. No? ജയമോളുടെ മുമ്പ് ആർസും ഉണ്ടായിരുന്നു. Okay, Arsu, don't worry. Yes. സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എക്സാമിന് ഇതുപോലെ നമുക്ക് ഓപ്ഷൻസ് തരുമായിരിക്കുമല്ലോ അല്ലേ? ഇത് ചോദ്യമൊന്നും ഉണ്ടാവില്ല. ഇത് ഞാൻ ഓക്കെ സാർ, ഓക്കെ. ഇതൊന്നുമില്ല കേട്ടോ, അത് പഠിക്കണ്ട. ഇതേ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. എക്സാമിനേഷനെ കുറിച്ച് നിങ്ങൾ പേടിക്കണം. നിങ്ങൾക്ക് മിഡ് ടൈം എക്സാമിനേഷൻ എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നു? ടൈം എക്സാമിനേഷൻ അവിടെ കഴിഞ്ഞില്ലേ? ഇല്ല സർ, ഒരു എക്സാം 40 ആണ് കഴിഞ്ഞത്. സോറി 40. യെസ്, ഓക്കെ. എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ പേടിക്കണ്ടേ. എക്സാമിനേഷൻ കഴിയുമ്പോൾ നിങ്ങൾ പറയും യെസ്, ഫോർ ദി എക്സാമിനേഷൻ ഇംഗ്ലീഷ് ഈസ് ദ ബെസ്റ്റ് എന്ന് നിങ്ങൾ പറയും. ഓക്കെ, ഞാൻ ചോദ്യത്തിന്റെ ആൻസറിന്റെ ശൈലി ഒന്ന് മാറ്റുകയാണ്. ഇനി ഇത് പരീക്ഷയ്ക്ക് ഉണ്ടാവില്ല. ഞാൻ അന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയ വാക്കുകൾ പഠിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആ വാക്കുകളൊക്കെ ഇതിനകത്ത് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനും, പിന്നെ ഒരാൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് അറിയാനും, കൂട്ടത്തില് നിങ്ങൾക്കൊരു ചെറിയൊരു ഇന്റലിജൻസ് ടെസ്റ്റും ഇതെല്ലാം കൂടി ആയിട്ട് ഇതൊക്കെ പരിഹരിച്ചാൽ മതി. ഓക്കെ ഓക്കെ. ഇതൊക്കെ നമുക്ക് വല്ല വീണ് കിട്ടുന്ന ക്ലാസ്സോ ലാസ്റ്റ് വല്ല 10 മിനിറ്റ് ഒക്കെ വരുമ്പോൾ ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ W ആണ്. W, വിൻഡോ. രണ്ടാമത്തെ ലെറ്റർ O, ഓറഞ്ച്. അപ്പൊ WO, പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സിമ്പിൾ ആയിട്ടുള്ള അത് ചോദിക്കാം. A, ഫീമെയിൽ ഹ്യൂമൻ ബീയിങ്. വിദ്യ, അനു, നിർമ്മിത. വിദ്യ, അനു, നിർമ്മിത. യെസ്, കറക്റ്റ് ആണ്. വുമൺ. കറക്റ്റ്. വെരി ഗുഡ്. അപ്പൊ പിടികിട്ടിയല്ല, സംഗതി പിടികിട്ടിയല്ല. അടുത്തത്, എ വൈൽഡ് അനിമൽ ദാറ്റ് ഹൺസ്, HUNTS, വേട്ടയാടുക. ദാറ്റ് ഹൺസ്. ഹരിതയ്ക്കും മാർസിനും മുകളിൽ ആരായിരുന്നു? ഹരിത നേരത്തെ വന്നിട്ടില്ലല്ലോ. ആർസു അതിന് മുകളിൽ ആർക്കുണ്ടായിരുന്നു? ആരതി? അനു സർ. അനു. യെസ്, ഓക്കെ. അപ്പൊ ഹരിതയും സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഒന്ന് ആക്രമിക്കുമ്പോൾ ഈ ഊഫ് മാത്രം പ്രത്യേകതയില്ല. അത് കൂട്ടമായിട്ട്, അത് ഏറ്റവും വലിയ ജീവിയെ പോലും ആക്രമിച്ച് കീഴടക്കും. യെസ്. അടുത്തത് ഒരു സിറ്റുവേഷൻ ആണ്, നിങ്ങൾ അതിന്റെ ബാക്കി പറഞ്ഞാൽ മതി. An injury which needs നിർമ്മിത, ആർസു, വിദ്യ. കൂടാണ്ട് അതിന്റെ മൂലമായിട്ടുണ്ടായ നിർമ്മിത, ആർസുന്റെ മുമ്പ് ഹരിത സർ. ആർസു, വിദ്യ, ഹരിത. ഹരിത പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം 4 ഇത് മാത്രമേ ഉള്ളൂ. യെസ്, വൂണ്ടാണ്, മുറിവ്. യെസ്, ഓക്കെ. ചോദ്യം ചോദിച്ച് തീരാനായിട്ട് സമ്മതിക്കുന്നില്ലല്ലോ. അതിന് മുമ്പ് ഉത്തരം വരെയല്ലേ, നല്ല കൺഫ്യൂഷൻ തന്നെ. യെസ്. അടുത്തത്,
A religious practice. A religious practice to honor, H-I-N-O-U-R, to honor God. A religious practice to honor God. Yes, Aradi, Arsu, Pravina. Aradi, Arsu, and Pravina. Is the correct answer? That is worship, Aradhana. Yes. Okay, correct. Rasina. Then a tiny, T-I-N, tiny creature you might find in a fruit. Arsu, Arida, Narmida. Arsu, Arida, and Narmida. Correct answer. Oh, Pulu. Yes, it's the correct answer. Okay, Pravina. Correct. Yes, Abdul. The earth with all its countries and people. Narmida, Harida, Jaimur. Narmida, Harida, Jaimur. It's the correct answer. Okay, Pravina. Okay, Vidya. Word. No? Rasina. എനിക്ക് മുന്നേ റസീന എന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു തോന്നുന്നു. Okay. ആരാണ് സാർ? Okay, Rasina. Rasina സ്കോർ ബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. റസീന വന്നു പോണേ കാണുന്നുണ്ട്. അത് കൊച്ചടുത്തുള്ളതാണ് സാർ, ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ആ ലാപ്പ് അങ്ങോട്ട് കൊടുത്തു നോക്കിയല്ല, ആ പയ്യും ശരിയായിക്കോളും കേട്ടാ, സ്പീഡില്. യെസ്, അടുത്തത് trees are cut down for its dash. Narmida Vidya Jaimur. Narmida Vidya Jaimur. For its wood. Clear, correct. Wood, tadi. Yes, okay. Another. A type of fabric, F-A-B-R-I-C, that it comes from a sheep. Pravina, Anu, Harida. Pravina, Harida, Anu. Yes, ശരിയാണ്. Wool. Yes. ഞാനാണ് സാർ ഹൈദക്ക് മുന്നേ. റസീന. ഓക്കെ റസീന, പറഞ്ഞാ മതി. ചിലപ്പോ ചിലപ്പോ ഞാൻ കാണാൻ വിട്ടുപോയത്, അങ്ങനെ ധൈര്യമായിട്ട് പറഞ്ഞോ. യെസ്, ഓക്കെ. യെസ്, ചോദ്യത്തിന്റെ സ്റ്റൈൽ ഞാൻ ഒന്നുകൂടി മാറ്റുകയാണ്. ഇനി പറയുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ബി ആണ്, ബോയ്. രണ്ടാമത്തെ ലെറ്റർ യു ആണ്, അംബ്രല. അപ്പൊ ബി യു, ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർക്കാം. ഓക്കെ, let us start. A flower before it opens is called dash. Arsu, Anu, Pravina. Arsu, Anu, Pravina. But muttu എന്ന് പറയില്ലേ, മുട്ട്. യെസ്, ഓക്കെ. അടുത്തത് a glass globe, GLOB, that produces light. ആർസു, നർമ്മിത, രണ്ടുപേരുടെ ഇടയിൽ ആരെങ്കിലും ഒരാളുണ്ടായോ? ആർസു, നർമ്മിത, ആരാണ്? ഹരിത സർ. ഹരിത. യെസ്, ഓക്കെ. യെസ്, ഓക്കെ. ബൾബാണ്. യെസ്, കറക്റ്റ് ആൻസർ. യെസ്. അടുത്തത് something
that comes out of a gun. GUA. Something that comes out of a gun. I know Aradi Arsu പറഞ്ഞോട്ടോ. Anu Aradi Arsu. Haritha. Yes. Sir, Haritha. Oh, okay. Haritha. Yes. Bullet ആണ്. Correct answer. വെടിയുണ്ട്. Next question. Baby rabbit. Rabbit in the kunya. Baby rabbit. Yes. Vidya, Pravina, Narmida. Vidya, Pravina, Narmida. Bunny. BUNNY. Yes. അടുത്തത് ഞാനിത് എക്സ്പ്രഷൻ പറയുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് പറയാം. ദ സെന്റർ പിന്നെ NCC കാരൊക്കെ പണ്ട് ചേർന്നവരുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ദ സെന്റർ ഓഫ് എ ടാർഗറ്റ്. ദ സെന്റർ ഓഫ് എ ടാർഗറ്റ്. The center. Yes, Harida, very good. Harida, Anu, Narmida. Harida, Anu, Narmida. Yes. Harida, you walk over the kitchen there. Yeah, I'm going to tell you. Yes. Sir, അറിയായിരുന്നു sir. നേരത്തെ അറിയായിരുന്നു. Yes, very good. അതായത് സിനിമയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ ട്രെയിനിങ്ങിലൊക്കെ ഷൂട്ട് ചെയ്യണം. അപ്പൊ വലിയൊരു റൗണ്ട് വരച്ചിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ അതിലും ചെറിയ റൗണ്ട് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ അതിലും ചെറിയ റൗണ്ട് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ അധികം ചെറിയ റൗണ്ട്, അങ്ങനെ ലാസ്റ്റ് പോയിന്റ് ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ആ പോയിന്റിലൊക്കെയാണ് വെടി കൊള്ളുന്നതെങ്കിൽ ആ പോയിന്റ് ആണ് ബുൾസൈ. യെസ്, വെരി ഗുഡ്. അടുത്തത് സിമ്പിൾ ആണ്, എന്നാലും വെറുതെ ചോദിച്ചേക്കാം. എ ഫാസ്റ്റ് ഫുഡ് വിത്ത് ബി ഫോർ മീറ്റ് ഇൻ ബിറ്റ്വീൻ എ ബർഡ്. നർമിത, പ്രവീണ, അനു. നർമിത, പ്രവീണ, അനു. യെസ്, ബർഗർ. സിമ്പിൾ എനിക്കറിയാം, എന്നാലും വെറുതെ ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അടുത്തതും സിമ്പിൾ ആണ്. A vehicle that carries passengers. Narmida, Vidya ആരായിരുന്നു? നർമിത, വിദ്യ, ജയ്മോൾ. Okay. The answer is bus. Correct answer. അടുത്തത്. യെസ്, ബാക്കിയൊക്കെ സിമ്പിൾ ആണ്. നമുക്ക് ചോദ്യങ്ങൾ അവസാനിപ്പിച്ചാലോ? യെസ്, ഒന്ന് വേറെ സാധനം ചോദിക്കാം. നിങ്ങളുടെ കയ്യിലൊരു നോട്ട് വേണേ. ചോദ്യങ്ങൾ അവസാനിപ്പിക്കാം അല്ലേ? യെസ്. അപ്പൊ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ ഇപ്പൊ ചോദിച്ചതിന്റെ അത്ര മറുപടി പറയാം, എന്റെ കുറിച്ച് നമുക്ക് പറയാം. യെസ്. യെസ്. ഓ, ഭയങ്കര പോയിന്റുകളൊക്കെയാണല്ല. യെസ്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം, പോയിന്റിലേക്ക് കിടക്കാം. ഓക്കെ, റസീന 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. റസീനക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ ജയ്മോളിന് 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്.
ആരതിക്കും 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. പ്രവീണയ്ക്ക് 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 6 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ദെൻ വിദ്യക്ക് 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഹരിതയ്ക്കും 8 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. വിദ്യക്കും ഹരിതയ്ക്കും സെയിം പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. ഇനി ആർസുവിന് 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 12 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 3-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനുവിന് 13 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 2-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അനു നെക്സ്റ്റ് നർമ്മിതയ്ക്ക് വ്യക്തമായ ഭൂരിപക്ഷമാണ്. 16 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 1-ാം സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യെസ്. ഓക്കെ. കൂടുതൽ മാർക്ക് കിട്ടിയവർക്കും കുറവ് മാർക്ക് കിട്ടിയവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനം. യെസ്. ഓക്കെ. അപ്പോ ഇനി നമുക്ക് വേറൊരു സംഗതിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ഒന്ന് പറയാം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. യെസ്. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മള് ചാപ്റ്റർ 6 നമ്മൾ കണ്ട അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞ കണ്ടില്ലേ, അതിൻ്റെ അകത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ് us discuss it. യെസ്. അപ്പോ നമുക്കറിയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് നമ്മൾ 3 കാലങ്ങൾ പറയും. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്ത പാസ്റ്റ് ടെൻസ്, പിന്നത്തേത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അത് വെർബിനാണ്. ഓടുക, ഓടി ഓടും, ചാടുക, ചാടി ചാടും, നടക്കുക, നടന്നു നടക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അതൊരു വെർബിന്, ഒരു ക്രിയക്കാണ് 3 ടെൻസുകൾ നമ്മൾ പറയുന്നത്. ഞാനിവിടെ ഒരു വാചകം പറയുന്നു. ആ വാചകം ഇതാണ്: റസീന ഈസ് എ ഗുഡ് ലേഡി എന്ന് പറയും. റസീന ഈസ് എ ഗുഡ് ലേഡി. റസീന ഒരു നല്ല ലേഡിയാണ് എന്ന് പറയും. അപ്പൊ റസീന എന്ന് പറയുമ്പോൾ ഒരു പേരാണ്. ലേഡി എന്ന് പറയുമ്പോഴും അതും ഒരു പേരാണ്. എ എന്ന് പറയുമ്പോൾ അതൊരു ആർട്ടിക്കിളാണ്. എ ആൻഡ് ദി. ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബാണ്. ഈസ് ആകുന്നു, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വാസ് അല്ലെങ്കിൽ വേർ. അപ്പൊ റസീനെ കുറിച്ച് എഴുതിയത് കൊണ്ട് ഞാൻ റസീനോടൊക്കെ ചോദിക്കാം, ഈ ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണോ സർ അഡ്ജക്റ്റീവ്? യെസ്, അതാണ് എന്ത്? അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ആണെന്ന് റസീനൊക്കെ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ, ഒരു നൗണിനെ, ഞാൻ എളുപ്പമുള്ള വാക്ക് പറഞ്ഞതാണ്, ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ്. ഒരു നൗണിനെ. അപ്പോ റസീനയെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയുള്ള റസീന? നല്ലവളായ റസീന. പക്ഷെ റസീന ചായ കുടിച്ചു. ഇന്ന് രാവിലെ ചായ കുടിച്ചത് സാവകാശത്തിലാണ്. എന്നും വേഗത്തിലാണ് കുടിക്കാറ്. അപ്പോ സ്ലോലിയാണ് കുടിച്ചത്. ആ സ്ലോലി എന്ന് പറയുന്നത് എന്തല്ല? അഡ്ജക്റ്റീവ് അല്ല. അത് കുടിച്ച രീതി, ഒരു ആക്ഷനെ പറയുന്നതാണ്. അതപ്പോ എന്താണെന്ന് മാറിപ്പോകുന്നത്. ഒരു പ്രവൃത്തിയെ വിശേഷിപ്പിക്കുമ്പോൾ ആയിട്ടുള്ളൂ, ഒരു നൗണിനെ വിശേഷിപ്പിക്കുമ്പോൾ അഡ്ജക്റ്റീവ്. ഓക്കെ, അത് നമ്മൾ മാറിപ്പോകും. യെസ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ആരതി, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ പറയുന്ന സിറ്റുവേഷൻ വിചാരിക്കാം. ആരതി ഒരു സ്കൂളില് ചെന്ന് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഇവിടെ ഒരു ഡാൻസ് മത്സരം നടക്കുകയാണ്. ആരതിയോട് പറഞ്ഞു അതിന് മാർക്ക് ഇടണം എന്ന് പറഞ്ഞു. അപ്പോ ആരതി പറഞ്ഞു ഓക്കെ, ഏറ്റു. അങ്ങനെ ആരതിക്ക് ഒരു കഷ്ണം പേപ്പറിൽ നിന്ന് ആരതിയെ ഒരു വിധികർത്താവ് ഉള്ളത് വിചാരിച്ചു. അപ്പൊ കമ്മിറ്റിക്കാർ വന്നോണ്ട് പറഞ്ഞു, 2 ഫസ്റ്റ് 2 സെക്കൻഡ് അങ്ങനെയൊന്നും പാടില്ല. ഒരു ഫസ്റ്റ് 1 സെക്കൻഡ് എടുത്ത് 3 പേരെ അങ്ങനെ മത്സരിക്കാനുള്ളൂ.
അപ്പൊ അതുകൊണ്ട് ഒരു ഫസ്റ്റ് ഒരു സെക്കൻഡ് തേർഡ്, ചിലപ്പോൾ 2 ഫസ്റ്റ് 1 സെക്കൻഡ് വരെ അവസാനിപ്പിക്കാം, അതായത് 2 സെക്കൻഡും അങ്ങനെയൊക്കെ വരല്ല, അത് വേണ്ട, 2 വേണ്ട, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 വരുമല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആരതി എന്നോട് പറഞ്ഞു ഔട്ട് ഓഫ് 10 10 മാർക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. ഔട്ട് ഓഫ് 10 മാർക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. യെസ്, അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, സ്റ്റേജിന് മുന്നില് കണ്ണടയൊക്കെ വെച്ച് ആരതി മെയിൻ വിധികർത്താവായിട്ട് നിൽക്കുന്നു. ചെസ്റ്റ് നമ്പർ 1 കർട്ടൻ ഉയരുന്നു, ഒരു ഡാൻസ് നടന്നു. ആരതി ഡാൻസ് മുഴുവൻ കാണുന്നു. അതിനുശേഷം നോക്കി കഴിഞ്ഞപ്പോ സൂപ്പർ ഡാൻസ് ആണ്, അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, വളരെ നല്ല രീതിയിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെസ്റ്റ് നമ്പർ 1 ആണത്. ആ ചെസ്റ്റ് നമ്പർ 1ന് ഒന്നും നോക്കാനില്ല, ഒന്ന് കളയാനില്ല എന്ന് ആരതിക്ക് തോന്നിയത് കൊണ്ട് ആരതി 10 മാർക്ക് അതിന് കൊടുത്തു. ഔട്ട് ഓഫ് 10ലാണ് 10 ഔട്ട് ഓഫ് 10 അങ്ങോട്ട് കൊടുത്തു. യെസ്, അല്പസമയം കഴിഞ്ഞു, ചെസ്റ്റ് നമ്പർ 2 വിളിച്ചു, കർട്ടൻ ഉയർന്നു, അടുത്ത പെർഫോമൻസ് വരുന്നു. അടുത്ത പെർഫോമൻസ് നോക്കി കഴിഞ്ഞപ്പോൾ അതും സൂപ്പറാണ്, അതും സൂപ്പറാണ്. അപ്പോ ആരതി ഒരു കമ്പാരിസൺ നടത്തും, കമ്പയർ ചെയ്യും. ആദ്യം വന്ന ഇതിനും 10 തന്നെ കൊടുക്കാം, കാരണം ഇത് നല്ല സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ചെസ്റ്റ് നമ്പർ 1 ആണോ 2 ആണോ നല്ലതെന്ന് ആരതി ഒന്ന് ചിന്തിക്കും. ചിന്തിച്ചു കഴിയുമ്പോൾ മനസ്സിലായി ചെസ്റ്റ് നമ്പർ 1നേക്കാൾ നല്ല പെർഫോമൻസ് ചെസ്റ്റ് നമ്പർ 2 ആയി. പക്ഷെ ചെസ്റ്റ് നമ്പർ 1ന് ഇപ്പൊ തന്നെ ആരതി 10 കൊടുത്തുപോയി. യെസ്, അപ്പോ അതിൽ കൂടുതൽ ചെസ്റ്റ് നമ്പർ 2ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആരതി എന്ത് ചെയ്തു, നേരത്തെ കൊടുത്ത 10 ചെസ്റ്റ് നമ്പർ 1ന് കൊടുത്ത 10 അതൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് അതൊന്ന് 9 ആക്കി. 9 ആക്കിയിട്ട് ഇപ്പൊ വന്ന രണ്ടാമത് ചെസ്റ്റ് നമ്പർ 2 ഇല്ലേ, ആ 2വിന് എന്ത് ചെയ്തു ആരതി 10 കൊടുത്തു. കാരണം ഒരു കമ്പയർ ചെയ്തപ്പോ രണ്ടാമത്തെ ചെസ്റ്റ് നമ്പർ 2 ആണ് കുറച്ചുകൂടി മെച്ചപ്പെട്ട പെർഫോമൻസ്. ചെസ്റ്റ് നമ്പർ 2വിന് എന്ത് 10 കൊടുത്തു. ഓക്കെ, ഇനി ഒരാളും കൂടി മത്സരിക്കാനുണ്ട്. ആ മത്സരിക്കുന്ന ചെസ്റ്റ് നമ്പർ 3 ആണ്. അപ്പോ അയാളെ വിളിച്ചു. അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോ അയാളുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി ഈ ആദ്യം വന്ന് 2 എണ്ണത്തിനേക്കാളും ബെസ്റ്റ് ഇതാണ്. യെസ്, മൂന്നാമത് വന്നാണ് ബെസ്റ്റ്. അപ്പൊ മൂന്നാമത് വന്നതിന് 10 കൊടുക്കാൻ പറ്റില്ല, കാരണം രണ്ടാമത്തെ നമ്മൾ 10 കൊടുത്തുപോയി. അപ്പൊ 3 എണ്ണത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോ ഇനി വരാനില്ലെന്നും അറിയാം, 3 പേരുള്ളൂ കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആരതി എന്ത് ചെയ്തു, മൂന്നാമത്തേതിന് എത്ര കൊടുത്തു, 10 കൊടുത്തു. ഒന്ന് മാറ്റിയിട്ടു, മൂന്നാമത്തേന് 10 കൊടുത്തു. രണ്ടാമത്തേന് കൊടുത്ത 10 എന്ത് ചെയ്തു, ഒന്ന് കുറച്ചിട്ട് അതെന്താക്കി, 9 ആക്കി. ആദ്യത്തേന് കൊടുത്തത് 9 ആയിരുന്നു, അതൊന്ന് കുറച്ചിട്ട് അതെന്ത് ചെയ്തു, 8 ആക്കി. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നാമത്തേന് എന്ത് കൊടുത്തു, 8 കൊടുത്തു, ചെസ്റ്റ് നമ്പർ 2വിന് 9 കൊടുത്തു, ചെസ്റ്റ് നമ്പർ 3ക്ക് 10 കൊടുത്തു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കറക്റ്റ് കിട്ടി. അപ്പൊ മൂന്നാമത്തെ ചെസ്റ്റ് നമ്പർ ഫസ്റ്റ് ആയി, രണ്ടാമത്തെ ചെസ്റ്റ് നമ്പർ സെക്കൻഡ് ആയി, ഒന്നാമത്തെ ചെസ്റ്റ് നമ്പർ തേർഡ് ആയി കൊടുത്തു. പക്ഷെ ആരതിക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാമായിരുന്നു. ആരതിക്ക് ആദ്യം തന്നെ 10 കൊടുക്കണ്ടായിരുന്നു. ആരതി മനസ്സിൽ വെക്കണമായിരുന്നു, ആകെ 3 പേരുള്ളൂ, ഞാൻ കൊടുക്കുന്ന പരമാവധി മാർക്ക് 9 ആയിരിക്കും. അതായിരിക്കും പരമാവധി, 10ലേക്ക് പോകില്ല. അങ്ങനൊരു കാൽക്കുലേഷൻ വേണമെങ്കിൽ ആരതിക്ക് എടുക്കാമായിരുന്നു. 9 കൊടുക്കും, അപ്പൊ ഒരാൾക്ക് ഒരു 9നെയും അടുത്താൾക്ക് ഒരു 10 കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ലാസ്റ്റ് വെട്ടണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് 3 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതില് ഏറ്റവും നല്ലത് ആരായിരുന്നു, മൂന്നാമത് വന്നായിരുന്നു. ആ മൂന്നാമത് വന്നതിനേക്കാൾ കുറച്ചുകൂടി തൊട്ട് താഴെ നിൽക്കാവുന്നത് രണ്ടാമത് വന്നായിരുന്നു. ഒന്നാമത് വന്നത് മോശമൊന്നല്ല, നല്ലതാണ്. യെസ്, ഇനി ഞാൻ വിഷയത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് നമുക്ക് 3 ടെൻസ് പറയാമെന്ന് പറഞ്ഞു. പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതുപോലെ ഒരു അഡ്ജക്റ്റീവിനും 3 ടെൻസ് അല്ല, 3 കാലങ്ങൾ പറയാൻ പറ്റും. 3 കാലങ്ങൾ. അതേ പറയുന്ന പേരാണ് പോസിറ്റീവ്, കമ്പാരിറ്റീവ്,
സൂപ്പർലേറ്റീവ്. ഒരു വെർബിന് 3 ടെൻസ് പറയാവുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 കാലങ്ങൾ പറയാൻ പറ്റും. ഒന്നിനെ പോസിറ്റീവ് എന്നും, രണ്ടാമത്തേനെ കമ്പാരിറ്റീവ് എന്നും, മൂന്നാമത്തേനെ സൂപ്പർലേറ്റീവ് എന്നും. അപ്പൊ നമ്മൾ പറയാം, നമ്മുടെ ഹെഡിങ് മുകളിൽ കൊടുക്കണം, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, 3 ഹെഡിങ് കൊടുത്തു. ആ പോസിറ്റീവിന്റെ അടിയിൽ നമ്മൾ എഴുതണം ഗുഡ്, നല്ലത്. ഇവിടുത്തെ ചെസ്റ്റ് നമ്പർ 1 അത് ഗുഡാണ്, നല്ലതാണ്. അതിനേക്കാൾ നല്ലതായിരുന്നു പിന്നീട് വന്ന ചെസ്റ്റ് നമ്പർ 2. അപ്പൊ അതെന്താണ്? ബെറ്റർ ആണ്, ബെറ്റർ. ഏറ്റവും നല്ലതായിരുന്നു ഏറ്റവും ഒടുവിൽ വന്നത്, അതെന്താണ്? ബെസ്റ്റ് ആണ്. ഓക്കെ, ഗുഡ് നല്ലത്, കുറച്ചുകൂടി നല്ലത് ബെറ്റർ, ഏറ്റവും നല്ലത് ബെസ്റ്റ്. ഈ ബെസ്റ്റിന് അപ്പുറത്തേക്ക് വേറെ ഇല്ല. അതുകൊണ്ട് ബെസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എന്തോർക്കണം? ഇതിന്റെ അപ്പുറത്തേക്ക് നല്ലത് വന്ന് ഇനി കൊടുക്കാനില്ല എന്ന്. അത് നമുക്ക് ഓർമ്മിക്കണം. ഗുഡ് നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. ഇനി നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് TC കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചപ്പോ HM എഴുതി, ദിസ് ഇസ് ടു സർട്ടിഫൈ ദാറ്റ് കുമാരി നിർമ്മിത is her contact is very her contact is good എന്ന് എഴുതി. അപ്പോ നർമ്മിതയുടെ കോണ്ടാക്ട് ഗുഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ വർഷം, നർമ്മിത പഠിച്ച വർഷം അവിടെ പഠിച്ച 10ൽ പഠിച്ച 350 വിദ്യാർത്ഥികളിൽ ഏറ്റവും നല്ലത് നർമ്മിത എന്നാണ് എല്ലാം. അപ്പൊ നർമ്മിത പഠിച്ച വർഷം അവിടെ ഒരു കുട്ടി കിണറ്റിൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോ അന്ന് അവിടെ പഠിച്ചിരുന്ന പ്രവീൺ എന്ത് ചെയ്തു? അതിന് ചാടി വീണ് രക്ഷിച്ചു. ഇത് അവിടെ എല്ലാവർക്കും അറിയാം. അപ്പൊ എന്ത് ചെയ്യും? പ്രവീണിന്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോ HM ചിന്തിക്കും, ഓ പ്രവീണയാണല്ലോ അന്ന് കിണറ്റിലേക്ക് ചാടിയത്, ആ കൊച്ചിനെ രക്ഷിച്ചത്, അപ്പൊ ഗുഡിന്റെ മുകളിൽ ഇരിക്കട്ടെ. അപ്പൊ പ്രവീണാസ് കോണ്ടാക്ട് ഈസ് ബെറ്റർ എന്ന് പറയും. അപ്പൊ ഗുഡിനേക്കാളും കുറച്ച് എന്തായി? ബെറ്റർ ആയി. അപ്പൊ ഗുഡ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഏറ്റവും നല്ലതെന്നല്ല, ഏറ്റവും നല്ലത് അതിന്റെ മുകളിലുണ്ട്, അതിനേക്കാൾ നല്ലത് മുകളിലുണ്ട്, അതിൽ നല്ലത് അതിന്റെ മുകളിലുണ്ട്. നമുക്ക് വേണമെങ്കിൽ പറയാം, ഒരു കുട്ടി പൊക്കമുണ്ട്, അപ്പൊ നമുക്ക് അതിന് ടോൾ എന്ന് പറയാം, അഡ്ജക്റ്റീവ് ആണ് ടോൾ. വേറൊരു കുട്ടി കൂടി വരും. അപ്പൊ ഈ 2 കുട്ടികളിൽ രണ്ടാമതൊന്ന കുട്ടിയാണ് പൊക്കമുള്ളത്, അപ്പൊ അതിന് നമ്മൾ ടോളർ എന്ന് പറയും. ഇനി ഒരു കുട്ടി കൂടി വരെയാണ്, ആ കുട്ടിക്കാണ് ഏറ്റവും കൂടുതൽ പൊക്കമെങ്കിൽ അതിന് ടോളസ്റ്റ് എന്ന് പറയും. ടോൾ, ടോളർ, ടോളസ്റ്റ്. അതുപോലെ നമുക്ക് പറയാം സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. അപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ഒരു വെർബിന് 3 കാലങ്ങളുള്ളതുപോലെ ഒരു അഡ്ജക്റ്റീവിന് 3 ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉണ്ട്. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ അതിനെ പറയുന്ന പേരാണ് പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. നിങ്ങളൊരു കറി വെച്ചു, കറി വെച്ചിട്ട് ആ കറി രുചിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ ഭർത്താവ് പറയുന്നു ഗുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി എന്നല്ല, കേടില്ലെന്നുള്ളൂ. പക്ഷെ അത് രുചിച്ച് നോക്കിയിട്ട് തോളെ തട്ടിയിട്ട് പറഞ്ഞു ബെസ്റ്റ് എന്ന് പറഞ്ഞാലുണ്ടല്ല, പിന്നെ ഇതുവരെ വെച്ചിട്ടുള്ള കറികളിൽ ഏറ്റവും സൂപ്പറാണ്. എന്നെങ്കിലും നിങ്ങൾ വെച്ച് നിങ്ങളുടെ പെർഫോമൻസ് കണ്ടിട്ട് ആരെങ്കിലും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല? ഞാൻ പോലും ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ വെരി ഗുഡ് പറയാം. ഗുഡിന്റെ ഇപ്പോഴും ഞാൻ വെരിയും കൂടി ചേർക്കും. കാരണം നിങ്ങൾ ഇനിയും വളരുമ്പോ അപ്പൊ ബെറ്ററായി, കുറച്ചുകൂടി വരുമ്പോ ബെസ്റ്റായി, നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. അത് നമുക്ക് പറയാം. മോശം, കുറച്ചുകൂടി മോശം, തീരെ മോശം. ഒരു കുട്ടിയുണ്ട്, അവരൊന്നും പഠിക്കില്ല, ആ വികൃതി കല്ലിപ്പുള്ള കൊച്ചാണ്. അപ്പോ അവിടെ നമ്മള് ബാഡ് എന്ന് പറയാം, ചീത്ത കുട്ടിയാണ് ബാഡ്. ആ ബാഡ് എന്ന് പറയുന്നതിനേക്കാളും മോശവും അതിനേക്കാളും താഴെയാണ്. അപ്പൊ WORC വേഴ്സ് എന്ന് പറയും. ആ വേഴ്സ് എന്ന് പറയുന്നതിനേക്കാളും മോശം ഉണ്ടാവും. അപ്പൊ WORST വേഴ്സ്റ്റ് എന്ന് പറയും. അതിനേക്കാളും മോശം പിന്നെ ഇല്ല കേട്ടോ. യെസ്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും മോശമാണെങ്കിൽ മാത്രമേ വേസ്റ്റ് എന്ന് കൊടുക്കാവൂ, ഇല്ലെങ്കിൽ വേസ്റ്റ് എന്ന് കൊടുക്കരുത്. യെസ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കിയത്, ഒരു വെർബിന് 3 കാലങ്ങൾ നമ്മൾ പറയുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 ഡിഗ്രി പറയും,
ഒന്നിന് പോസിറ്റീവ് ഡിഗ്രി, അടുത്തതിന് കമ്പാരിറ്റീവ് ഡിഗ്രി, അടുത്തതിന് സൂപ്പർലേറ്റീവ് ഡിഗ്രി. ഓക്കെ, അത്രയും പിടികിട്ടിയല്ലോ. അത് നമുക്ക് കുറച്ചിങ്ങനെ മനസ്സിലാക്കി വെക്കണം. ടോൾ, ടോളർ, ടോളസ്റ്റ്, സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഇനിയിപ്പോ വേറൊരു വാക്ക് പറയാം, ഡിഫിക്കൽട്ട്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളത്. കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെങ്കിൽ മോർ ഡിഫിക്കൽട്ട് എന്ന് പറയാം. ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയും. ഡിഫിക്കൽട്ട് പോസിറ്റീവ്, കുറച്ചുകൂടി ബുദ്ധിമുട്ടാണെങ്കിൽ മോർ ഡിഫിക്കൽട്ട്, ഏറ്റവും ബുദ്ധിമുട്ടാണെങ്കിൽ മോസ്റ്റ് ഡിഫിക്കൽട്ട്. യെസ്, ബ്യൂട്ടിഫുൾ, മനോഹരമായി, കുറച്ചുകൂടി മനോഹരമാണെങ്കിൽ മോർ ബ്യൂട്ടിഫുൾ. യെസ്, ഏറ്റവും മനോഹരമാണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ. മോസ്റ്റ് ബ്യൂട്ടിഫുളിന്റെ അപ്പുറത്തേക്ക് വേറെ ഇല്ല. അതുകൊണ്ട് അത് പറയാനായിട്ട് അതിന്റെ അപ്പുറത്തേക്ക് വേറെ നല്ല വലിയ വരാൻ പാടില്ല. യെസ്, 3 ഡിഗ്രീസേ ഉള്ളൂ. നല്ലത്, കുറച്ചുകൂടി നല്ലത്, ഏറ്റവും നല്ലത്. ഭംഗിയുള്ളത്, കുറച്ചുകൂടി ഭംഗിയുള്ളത്, ഏറ്റവും ഭംഗിയുള്ളത്. അപ്പൊ ഇവിടെ ചില വാക്കുകളുടെ കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും നമ്മൾ പറയുമ്പോൾ അതിന് മോറും മോസ്റ്റും ചേർത്താൽ മതി. എപ്പോഴും ശരിയായില്ലെങ്കിലും അത് ശരിയാവാൻ പറ്റിയ ഒരു ടെക്നിക്ക് ഉണ്ട്. ജയ്മോളെ, ബ്യൂട്ടിഫുൾ എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ആ ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോ ജയ്മോളുടെ നാവ് മുകളിൽ എത്ര പ്രാവശ്യം മുട്ടുണ്ടെന്ന് നോക്കി. നാക്ക് മുകളില് എത്ര പ്രാവശ്യം മുട്ടുണ്ട്? മുകളിലത്തെ ആ വരിയുടെ പല്ലിന്റെ ബാക്കില് 2 പ്രാവശ്യം. യെസ്, അത് നോക്കിയാൽ മതി. 2 കൂടുതലോ പ്രാവശ്യം ഒരു വേർഡ് പറയുമ്പോ ആ വേർഡ് നമ്മൾ ആ നാവ് മുകളിൽ മുട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ മോറും മോസ്റ്റ് വരും. ഇനി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞു നോക്കി. ഡിഫിക്കൽട്ട്. 3 പ്രാവശ്യം. 3 പ്രാവശ്യം, 2 കൂടിയില്ലേ? യെസ്. അപ്പൊ ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അത് തന്നെ കണ്ടു. യെസ്. ഇനി സർപ്രൈസിങ് പറഞ്ഞു നോക്കി. സർപ്രൈസിങ്. മൂന്ന് പ്രാവശ്യം. അപ്പോ ആ സർപ്രൈസിങ് എന്നുള്ളതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രിയും സൂപ്പർലേറ്റീവ് ഡിഗ്രിയും എന്തൊക്കെ വരും? മോർ സർപ്രൈസിങ്, മോസ്റ്റ് സർപ്രൈസിങ്. ഓക്കെ കേട്ടോ, അത് വരുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ 2 അതിൽ കൂടുതൽ പ്രാവശ്യം നിങ്ങൾ നാക്ക് മുകളിൽ മുട്ടുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ മോറും മോസ്റ്റും വെച്ച് വരും. ഇവരുടെ കൂടി പറയാം, ഇൻട്രസ്റ്റിംഗ് എന്ന് പറഞ്ഞു നോക്കി. അതിന്റെ കമ്പാരിറ്റീവും പറയാ, സൂപ്പർലേറ്റീവും പറയാം. ജയമോളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആദ്യം പറയാം. എത്ര പ്രാവശ്യം നാക്ക് മുട്ടുണ്ട് പറയാം? ഇൻട്രസ്റ്റിംഗ് 3 പ്രാവശ്യം. 3 പ്രാവശ്യം. അപ്പൊ അതിന്റെ കമ്പാരിറ്റീവ് ഏത് വരും? മോസ്റ്റ് അല്ല, സൂപ്പർലേറ്റീവ്. മോസ്റ്റ് സൂപ്പർലേറ്റീവിനാണ്. കമ്പാരിറ്റീവിന് പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ്, അങ്ങനെയാണ്. അപ്പൊ ഇൻട്രസ്റ്റിംഗ്, മോർ ഇൻട്രസ്റ്റിംഗ്, മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ബാഡ്, വേഴ്സ്, ബെസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. യെസ്. ലാർജ്, ലാർജർ, ലാർജസ്റ്റ്. ഓക്കെ, കിട്ടിയില്ലേ? യെസ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു വെർബിന് 3 കാലങ്ങളുള്ളത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 ഡിഗ്രി ഉണ്ട്. പോസിറ്റീവ് ഡിഗ്രി, ദെൻ കമ്പാരിറ്റീവ് ഡിഗ്രി, ദെൻ സൂപ്പർലേറ്റീവ് ഡിഗ്രി.
അത്രയും നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിനെ കുറച്ചുകൂടി ഡീറ്റെയിലും നമുക്കിനി ഓരോ ഡിഗ്രീസിന് സെന്റൻസ് വരും, അതിന് നമ്മൾ അടുത്തതിലൂടെ മാറ്റണം. യെസ്, അത് നമുക്ക് അടുത്തിട്ട് നമുക്ക് നോക്കാം. യെസ്, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം. ആരത് ഇവിടെ കിട്ടിയോ? Yes, sir. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സൈൻ ഔട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് Thank you, sir. ഓക്കെ ഓക്കെ, സൈൻ ഔട്ട് ഇല്ലാത്ത സ്ഥിതിക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. സോ Thank you. Thank you. ഇന്നിപ്പോ ഒരു മീറ്റിംഗ് ആയതുകൊണ്ടാണ്. ഓക്കെ, വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.